ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ സൺഡേ ആണ്. എല്ലാവരും അവധിയുടെ മൂഡിലായിരിക്കും. പക്ഷേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ രാവിലെ ഹോം വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്നത്തെ വീഡിയോ കുറേയധികം പേർക്കുള്ള മറുപടിയാണ്. എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങി പല ആൾക്കാരും എൻ്റെ ഡയറ്റ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജിൽ കൂടെയും നേരിട്ടുമൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അത് അവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നേരെ ഡയറ്റിലേക്ക് കിടക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു വീഡിയോ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു പോവുകയാണ്. ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കുന്നുള്ള കാര്യം, പ്രധാനമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസം അത് പറഞ്ഞു പോകും. പിന്നീട് ഒരു ദിവസം നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും വീട്ടിലാണെങ്കിൽ രാവിലെ ഒരു 5:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ പ്ലസ് ഒരു ഏത്തപ്പഴം 2 സ്ലൈസ് ബ്രെഡ്. ഈ ബ്രെഡിലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ കഴിക്കും. അതങ്ങനെ നമ്മുടെ ഒരു ചിലപ്പോൾ ഓട്സ് ആയിരിക്കും കഴിക്കുക. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോകുന്നു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് പോകുന്നത്. ജിമ്മിൽ പോകുന്നു. ഒരു 9-9:15 വരെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നു. തിരിച്ചു വന്ന് കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഫുഡാണ്. അത് ഫ്രിഡ്ജിൽ വെക്കുന്ന ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഒരു 30 ഗ്രാം റോൾഡ് അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിഗ്രെയിൻ ഓട്സ്, ഇത് പിന്നെ ഒരു 15 ആൽമണ്ട് അല്ലെങ്കിൽ ബദാം, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ 3 ഡേറ്റ്സ്, പിന്നെ കുറച്ച് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഓട്സ് ഇട്ട്, പിന്നെ കുറച്ച് ചിയ സീഡ്, പംകിൻ സീഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഇട്ട് ഗ്രീക്ക് യോഗട്ടോടെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഫുഡ്. അതിനോടൊപ്പം ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 6 മുട്ടയിൽ ഒരു 3 മുതൽ 4 മുട്ടയുടെ ഹോൾ എഗ്ഗും ബാക്കി ഞാൻ വൈറ്റുമാണ് കഴിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പപ്പായ ഉണ്ടാവും, ഒരു 100-150 ഗ്രാം പപ്പായ. ഇതാണ് പ്രധാനമായിട്ട് കോമണായിട്ട് ഞാൻ വീട്ടിൽ കഴിക്കുന്ന ഇപ്പോഴത്തെ ഫുഡ്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത് വീട്ടിലാണെങ്കിൽ 100 ഗ്രാം ബസുമതി കുക്ക്ഡ് റൈസ്, ദെൻ അവിയൽ, തോരൻ, ചിക്കൻ, മീനുണ്ടെങ്കിൽ മീൻ, ഇതെല്ലാം കറിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ കൂടാതെ തൈരും ഉണ്ടാവും. ഇതാണ് ഉച്ചക്കലത്തെ എൻ്റെ ഫുഡ്. പിന്നെ രാത്രിയിൽ കഴിക്കുന്നത് ഒരു അരക്കുറ്റി പുട്ട്, അവിടെ സ്ഥലത്ത് എന്താ പറയുന്നത് പറഞ്ഞാൽ പുട്ടിൻ്റെ പകുതി പ്ലസ് ഈ ചിക്കൻ കറി, പിന്നെ ഒരു കുക്കുംബർ, പിന്നെ 6 മുട്ടയിൽ ഏകയും രാവിലത്തെ പോലെ തന്നെയാണ് 3 മഞ്ഞയും 3 വെള്ളയും. ഇങ്ങനെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഫുഡ്. പിന്നെ ഈ മിഡ് ടൈമിൽ കഴിക്കുന്നത്, മീൻസ് നമ്മൾ ഒരു വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത്, ചിലപ്പോൾ ഞാൻ ഒരു കോഫി വിത്തൗട്ട് ഷുഗർ പ്ലസ് 2 മുട്ട ഞാൻ ബുൾസേ കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പേരയ്ക്ക പോലെ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതിനോട് കഴിക്കും. ഇതായിട്ട് നിങ്ങൾക്ക് മിഡ് ഡേയിൽ മോർണിംഗ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ജ്യൂസ് ആക്കി കുടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ അങ്ങനെ കഴിക്കേണ്ടി വരത്തില്ല, കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ലേറ്റ് ആവും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാനമായിട്ടും ഒരു ദിവസത്തെ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ശരീരമായിട്ട് പൊരുത്തപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് നോക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ, അതായത് ഞാൻ എങ്ങനെ ഇടുക പിടിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ടൈം നമുക്ക് ഈ ഒരു വീഡിയോ പറ്റില്ല. അപ്പോൾ എൻ്റെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.